ഹായ്. യൂഷ്വലി കാണുന്നതിലൊരു വ്യത്യാസം ഉണ്ടാവില്ലേ ലുക്കിൽ? ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കുറച്ചധികം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൻഡ് വീട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഞാൻ ഒരു ടോപ്പിക് ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഡെഫിനറ്റ്ലി ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കണം. ഒട്ടും ലേറ്റ് ആവരുത്, വളരെ ഫാസ്റ്റായിട്ട് വീഡിയോ ഇടണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഒരുപാട് വേറെ പരിപാടികൾ ഉണ്ടായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട്. വിഷയം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളുടെ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കൊല അല്ലെങ്കിൽ ഒരു കത്തിക്കുത്ത് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് പിടുത്തം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ്, മാതൃഭൂമി ന്യൂസ്, റിപ്പോർട്ടർ, എല്ലാ ചാനലും, മീഡിയ വൺ വരെ വലിച്ചു വാരി ഇതിനെപ്പറ്റി വലിയ ചർച്ചയായിരിക്കും. 24/7 ഈ ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ചില വിഷയങ്ങൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ ന്യൂസൊക്കെ ഇടുന്നുണ്ടാവും, പക്ഷെ അതൊരു കുട്ടി ന്യൂസായിട്ട് അങ്ങ് പോകുന്നു. അതിന് വേണ്ടത്ര പ്രാധാന്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തോന്നി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രാധാന്യം എടുക്കേണ്ട ഒരു ന്യൂസിൻ്റെ ചർച്ചയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ മോൻ്റെ വീഡിയോ ഒന്ന് കാണാം. 2025 +2 ഫൈനൽ എക്സാം ഫിസിക്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു ഇത്. പറയാതിരിക്കാൻ വയ്യ. വളരെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്യക്തി ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ എക്സാമിന് ഈ സാധനം ഇട്ടിട്ടാണ് ഫൈനൽ എക്സാമിന് വെറുതെ ഇതിട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. നല്ല ഈസി എക്സാം. അട മോനെ പൊളിച്ച് ഹാർട്സ് ഓഫ് കുട്ട. കാരണം ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന സമയത്ത്, ഇപ്പം അഫാൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് 5-6 ആളെ കൊന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പീഡനം അനുഭവിച്ചിട്ട്, അല്ലെങ്കിൽ ഗാർഹിക പീഡനം, സ്ത്രീധന പ്രശ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാം, കളർ വിവേചനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്നത്. അതിൽ നിന്ന് ഈ കുട്ടി അവൻ അനുഭവിച്ചൊരു പ്രശ്നം ഇത്രത്തോളം അടിപൊളിയായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് ജസ്റ്റ് പൊളി മക്കളെ. ഈ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഈ സമൂഹത്തിന്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതെന്താണോ അത് പറയേണ്ട ആൾക്കാരുടെ അടുത്ത് കറക്റ്റ് ടൈമിൽ പോയി പറയാം. അല്ലാണ്ട് സ്വന്തം ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നെവർ സാക്രിഫൈസ്. ഇപ്പോൾ വിഷയം എന്താണെന്ന് മനസ്സിലായല്ലോ. +1 +2 പരീക്ഷ അല്ലേ, അതിലെ ചോദ്യ പേപ്പറിൽ വന്ന അല്ലെങ്കിൽ എക്സാം പാറ്റേണിൽ വന്ന വ്യത്യാസം. അപ്പം അതിൻ്റെ സൂത്രധാരൻ ഇതാ ഇയാളാണ്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഒന്ന് പഠിച്ചാലോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരുതും വലിയ PhD എങ്ങാനും എടുക്കാൻ പോയാൽ ഇമാതിരി സമ്മർദ്ദമുള്ള ജോലി ചെയ്യുന്നതിലും എന്ന് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് എക്സാം പഠിക്കുന്നതോ അസൈൻമെൻറ്റോ റിപ്പോർട്ടോ ഒന്നുമല്ല. എക്സാം എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരു സ്ട്രെസ് ഉണ്ട്. അതിന് കാരണം നമുക്ക് ആൻസർ അറിയായിട്ടോ നമ്മൾ പഠിക്കായിട്ടോ അല്ല, നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ചിലപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ 3 മണിക്കൂറിനുള്ളിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നതാണ് എല്ലാ കുട്ടിയുടെയും ഏറ്റവും വലിയ ടെൻഷൻ. എത്ര പഠിക്കാത്തവനും ഉഴപ്പ് കളിച്ച് നടക്കുന്നവനും പരീക്ഷയാവുമ്പോൾ അവൻ പഠിക്കും എന്നെനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കറിയാം പരീക്ഷയാവുന്ന സമയത്തെങ്കിലും എടി നോട്ട്സ് തരുമോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞു തരുമോ, എടി ഇതിനെ മലയാളം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് പഠിക്കുന്നത് ഞാൻ എത്രയോ നല്ല, നമ്മളും പഠിച്ചല്ലേ വന്നേ, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇത്. ഈ 15 മാർക്കിൻ്റെ ഒക്കെ എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എഴുതണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പണ്ടൊക്കെ ഞാൻ എക്സാം ഇങ്ങനെ എഴുതി ലാസ്റ്റ് കൈ ഇങ്ങനെയായി പോകും. കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെയാക്കും, കാരണം കൈ ഒന്ന് വീണ്ടും പഴയ ആ ഒരു ഇതിലോട്ട് വരണമല്ലോ. അങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. എത്ര പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പഠിപ്പികൾക്കാണെങ്കിലും ഇനി 100-ൽ 100 വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും എക്സാം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പേടിയിലും ടെൻഷനിലും ഇനി നമ്മളുടെ ഫ്യൂച്ചർ എന്താവും. പണ്ടിപ്പോൾ ഒരു 50 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10-15 പേർക്ക് full A+ ഉണ്ടാവും. ഇന്ന് എത്രയൊക്കെ സ്കൂളുണ്ടോ അവിടെ പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും നല്ല മാർക്കുണ്ട്. അപ്പോൾ ഒരു +1 +2 എന്ന് പറയുന്ന സമയത്ത് ഇനി നമ്മളുടെ ഭാവി, നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, അതിലെനിക്ക് സീറ്റ് കിട്ടുമോ, അതിലെനിക്ക് മാർക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് എനിക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ടെൻഷനിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇമാതിരി ഒരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മാറ്റങ്ങളൊക്കെ നല്ലതാണ്, നമ്മൾ പറയല്ലോ ഈ ലോകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ നല്ലതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിലൊരു കുട്ടി പറഞ്ഞ ന്യൂസിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഓണപ്പരീക്ഷ നടത്തിയിട്ടില്ല, ക്രിസ്മസ് പരീക്ഷ നടത്തി, മോഡൽ എക്സാമിനും വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു, പക്ഷെ ഫൈനൽ എക്സാമിലോട്ട് വന്നപ്പോൾ മാറിയെന്ന്. ഈ മോഡൽ എക്സാമിന് അർത്ഥം എന്താ?
ഫൈനൽ എക്സാം എങ്ങനെയാണോ അതിൻ്റെ ഒരു വകഭേദമാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അപ്പം മോഡൽ എക്സാമിലുള്ള അതേ പാറ്റേൺ അല്ല ഫൈനൽ എക്സാമിലെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മോഡൽ എക്സാം? പിന്നെ നമ്മൾ പഠിക്കുന്നവരെല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് പഠിക്കുക. ലൈക്ക് ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം ഇവർ പറഞ്ഞത് അത് റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ എക്സാമേ എഴുതണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ കൺവിൻസ് ചെയ്താൽ, ഇപ്പോൾ വീട്ടുകാർ നമ്മൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പരീക്ഷ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ എന്ത് മാറ്റം, നീ പഠിച്ചല്ലാണ്ട് പഠിക്കാത്ത കാര്യങ്ങൾ വരുമോ, ബുക്കിലുള്ളത് പഠിക്കണം, പഠിക്കൂല, തെണ്ടി അടക്കല്ലേ, കറങ്ങി അടക്കല്ലേ, പിന്നെ പേപ്പറിൽ മാർക്ക് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന പാരൻസും നമ്മളുടെ ഇടയിലുണ്ട്. അത് ഏത് കാറ്റഗറിയിലാണെങ്കിലും, ഇപ്പം ചോദിക്കാത്തവരാണെങ്കിലും ചോദിക്കുന്നവരാണെങ്കിലും ഇത് കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ എക്സാം ഇങ്ങനെയായി, അടുത്ത എക്സാം ഇങ്ങനെയായിരിക്കും, ഇതേ രീതിയിലാണ് ചോദ്യം വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മാർക്ക് കിട്ടുമോ, എനിക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണോ എന്ന് ആലോചിച്ചാൽ തന്നെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതാണോ, അത് റെഡിയാവോ എന്നൊരു ടെൻഷൻ അടിക്കുന്ന ആളാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. ഈ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ അവസ്ഥയിൽ കൂടെ പോകുന്ന കുട്ടികൾക്ക് തീരെ ബന്ധമില്ലാണ്ട് പെട്ടെന്ന് വരുന്ന ഒരു മാറ്റവും പെട്ടെന്ന് വരുന്ന സോ കോൾഡ് സ്റ്റാൻഡർഡൈസ്ഡ് കാര്യങ്ങളും എങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ അവർക്ക് അക്സെപ്റ്റ്. അപ്പം ഇത് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന മെൻ്റൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് ഞാൻ കണ്ടു റീസെൻ്റ്ലി കുറേ കമൻസുകൾ ഞാൻ കാണിച്ചു തരാം. ഇത്രയും കമൻറ്റുകൾ സോഷ്യൽ മീഡിയൻ്റെ പല പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പിള്ളേർ ഷെയർ ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഷെയർ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാരുടെ പാരൻസും കമൻ്റ് ഇടുന്നുണ്ട്. എന്നിട്ടൊന്നും ആർക്കും ഒരു മൈൻഡില്ല, ഒരു മാറ്റമില്ല. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലൈഫ് ഇതിൻ്റെ പേരിൽ സ്പോയിലായിട്ടുണ്ടെങ്കിലോ ഇതൊരു ചർച്ചയാവും, അന്ന് ഇതൊരു വിഷയമാവും, അന്ന് ഇതിനൊരു മാറ്റം വരും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കോട്ടല്ല, എന്നാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുള്ളൂ. അത്രയും എനിക്ക് എവിടെയും പറയാനുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട ടൈമിൽ തന്നെ ചെയ്യണം. ഒരു മീഡിയയിൽ ഇത്ര കമൻസ് വരുന്ന സമയത്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ എത്തിച്ച് അറിയിച്ച് അതിനൊരു മാറ്റം വരുന്ന സമയത്താണ് നമ്മൾ പറയുന്നതാണ് ഈ നിയമം അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാറ്റം വരുത്താമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വരുത്തിയിട്ടേ കാര്യമുള്ളൂ. ഈ വരുത്താൻ വേണ്ടിയിട്ടാണ് പലരും ഇതിന് പുറകെ നടക്കുന്നത്. എത്രയോ ടോപ്പിക്കുകൾ വളരെ വലിച്ചു വാരി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമൂഹ മാധ്യമങ്ങളും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ ഒരു വിഷയത്തെ ഭയങ്കര ഇമ്പോർട്ടൻസോടുകൂടി കാണേണ്ട ഒരു സാധനമാണെന്ന് ഞാൻ പറയുന്നു. കാരണം യൂത്താണ് ഇനിയുള്ള ഒരു തലമുറയിലോട്ട് പോകുന്നത്. നമ്മൾ യൂത്തിന് ഒരുപാട് പല കാര്യങ്ങളും കുറ്റം പറയുന്നുണ്ട്. മോഡേണൈസ്ഡ് വേൾഡാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു സോർട്ട് ഓഫ് പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കും, സോർട്ട് ഔട്ട് ചെയ്യാനും അതേ ഒരു ഇൻട്രസ്റ്റ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ടു ഓൾ ദ മക്കൾസ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി അവരെന്ത് ചോദിക്കും, ഇവരെന്ത് ചോദിക്കും, എനിക്ക് A+ ഇല്ല, എനിക്ക് ഫുൾ A+ ഇല്ല, എനിക്ക് ആ കോഴ്സ് കിട്ടില്ല, ഈ കോഴ്സ് കിട്ടില്ല, ഈ ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ എത്രയൊക്കെ പഠിച്ച് ഏതൊക്കെ നിലയിലെത്തിയിട്ടുണ്ടെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ഞാൻ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി PG പാസ്സായിട്ടുള്ള ഒരാളാണ്, ലൈക്ക് റാങ്ക് ഹോൾഡൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇതൊന്നും അല്ല ഞാൻ ജോലിയിൽ അപ്ലൈ ചെയ്യുന്നത്. ജോലിക്ക് നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളതായ രീതിയിലുള്ള കുറേ ബുദ്ധിയും അതും ഇതൊക്കെ വേണം. സോ നെവർ ഗെറ്റ് ടെൻസ്ഡ് അബൌട്ട് ഇറ്റ് ആൻഡ് നെവർ തിങ്ക് വലിച്ചു വാരി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങളിപ്പോൾ ബി ഇൻ ദ പ്രസൻറ്റ്. റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ടു അറ്റൻഡ് ദി എക്സാം. സോ നമുക്ക് പഠിക്കാൻ തന്ന ബുക്കിൽ പഠിക്കേണ്ട പോർഷൻസ് പറ്റുന്നത് പോലെ കംപ്ലീറ്റ് പഠിച്ചിട്ട് എക്സാമിന് പോവുക, എഴുതുക. അറിയുന്ന ചോദ്യങ്ങൾ അങ്ങ് എഴുതുക. അറിയാത്ത ചോദ്യങ്ങളുടെ പുറത്ത് ഇങ്ങനെ തലപെരുകയും നിൽക്കരുത്. അറിയുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നമ്പർ ഇടുക, അങ്ങ് എഴുതുക. ഫ്രണ്ട്സ് ആണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് പ്രഷർ കൊടുത്ത് പഠിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ദേ നോ, ദേ വിൽ ആൻഡ് ഗിവ് ദം സം ഫ്രീ ടൈം. ഓക്കെ, സോ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി അങ്ങ് സെറ്റ് ആവട്ടെ. ഏതെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് അപ്പ് ചെയ്യും. I will help you. So guys, stay tuned and that's it.